മലയാള ലിപിക്ക് കൂടുതൽ ഭംഗി നൽകുന്ന ഒന്നാണ് കാലിഗ്രഫി എന്ന കല. 45 വർഷത്തിലേറെയായി മലയാളം കാലിഗ്രഫിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി. ഒട്ടനവധി മലയാളം സിനിമകളുടെ ടൈറ്റിൽ ഫോണ്ടുകളുടെ പിന്നിലും നാരായണ ഭട്ടതിരിയുടെ കൈപ്പടയുണ്ട്. നമ്മുടെ നാട്ടിലെ ഗ്രാഫിക് ഡിസൈനർമാർ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മലയാളം ഫോണ്ടുകളുടെ അഭാവമാണ്. ഈ സാഹചര്യത്തിലാണ് കാലിഗ്രാഫി ചെയ്യുന്നവരുടെയും പ്രാധാന്യം ഏറുന്നത്. അത്തരത്തിൽ 45 വർഷത്തിലേറെയായി കാലിഗ്രാഫിയിൽ പ്രാവീണ്യമുള്ള ഒരാൾ തിരുവനന്തപുരത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഭാഷയിലും ചിത്രകലയിലും ഒരുപോലെ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് കാലിഗ്രാഫി. കാലിഗ്രാഫി എന്ന വാക്കിന്റെ അർത്ഥം പോലും ഭംഗിയുള്ള കൈപ്പട എന്നാണ്. മലയാളം കാലിഗ്രാഫിയിൽ കഴിഞ്ഞ 45 വർഷമായി സ്വയം അർപ്പിച്ച വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി. ഒരു ഭംഗിയുള്ള ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ മലയാളം അക്ഷരങ്ങൾ മനോഹരമായ കടലാസിൽ അദ്ദേഹം പകർത്തും. അത്തരത്തിൽ 50,000-ലധികം കാലിഗ്രാഫികളാണ് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ജീവൻ വെച്ചത്. കാലിഗ്രാഫി എന്ന് പറയുന്നത് കേവലം എഴുതുക എന്നത് മാത്രമല്ല, ആ എഴുത്തിലൂടെ അതിനെ ഒരു കലാരൂപമായി മാറ്റുക, ഒരു കോമ്പസിഷൻ ഉണ്ടാക്കി ഈ ചിത്രകലയ്ക്കൊപ്പമോ അതോ അതിന് ഒരല്പം മുകളിലോ ആയി നിൽക്കുന്ന അവസ്ഥയിലാണ് കാലിഗ്രാഫി വന്നിരിക്കുന്നത്. മലയാളത്തിൽ ഈ ഫോണ്ടുകളുടെ ഒരു അഭാവമുണ്ട്. ഡിസൈനേഴ്സിനൊക്കെ ഈ കാലിഗ്രാഫി പഠിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട തലക്കെട്ടുകളോ ക്യാപ്ഷനുകളോ വേണ്ട അക്ഷരങ്ങൾ എന്ന് തന്നെ പറയാം, അത് അവരുടേതായ രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. മലയാളത്തിൽ ആദ്യമായി കാലിഗ്രാഫർ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയാണ്. പന്തളം സ്വദേശിയായ അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജിലെ പഠനത്തിനായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ചേക്കേറുന്നത്. പിന്നാലെ തലസ്ഥാനത്ത് മലയാളം കാലിഗ്രാഫിക്കുള്ള തന്റെ ഗാലറിയായ കാച്ചടാത്തപ്പ വഴുതക്കാട് ആരംഭിച്ചു. വിവിധ എക്സിബിഷനുകളിലും കാലിഗ്രാഫി ഫെസ്റ്റിവലുകളിലും ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഏറെ ശ്രദ്ധിക്കപ്പെട്ട പല മലയാള സിനിമകളുടെ ടൈറ്റിൽ ഫോണ്ടുകളുടെ പിന്നിൽ ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെ കയ്യൊപ്പുണ്ട്. ആദ്യകാലങ്ങളിൽ പത്രമാധ്യമ രംഗത്തും കാലിഗ്രാഫറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. യുവ ചലച്ചിത്ര സംവിധായകനും എഡിറ്ററുമായ അപ്പു എൻ ഭട്ടതിരി അദ്ദേഹത്തിന്റെ മകനാണ്. നിരവധി പേർ കാലിഗ്രാഫി പഠിക്കുവാൻ അദ്ദേഹത്തിന്റെ പക്കൽ എത്തുമെങ്കിലും മലയാളം കാലിഗ്രാഫിക്ക് വേണ്ടത്ര മുൻഗണന സമൂഹത്തിൽ ലഭിക്കുന്നില്ല എന്നതും നാരായണ ഭട്ടതിരിയുടെ ഉള്ളിൽ ഒരു വിങ്ങലായി ബാക്കി നിൽക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.